വിവരമറിയിച്ച് പതിവ് പോലെ തൊട്ടിലിനോട് ചേർന്നുള്ള ആശുപത്രി നഴ്സിംഗ് സ്റ്റേഷനിൽ അലാറം മുഴങ്ങി. അങ്ങനെ ആരവിന് പുറകെ നീരവുമെത്തി. യുദ്ധത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന അശാന്തിയുടെ കാലത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി വ്യാഴാഴ്ച എത്തിയ കുഞ്ഞിന് ആരവെന്ന് പേരിട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 അഞ്ചാമത്തെ അതിഥി അമ്മത്തൊട്ടിലേക്ക് എത്തിയത്. യുദ്ധാനന്തര ശാന്തതയുടെ പ്രതീകമായി അവന് നീരവെന്ന പേര് നൽകി. അഞ്ചാമത്തെ കുട്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷവും ഒപ്പം ദുഃഖവുമാണ്. കാരണം കുട്ടികളെ ആളുകൾ കൊല ചെയ്യാതെ വളരെ സുരക്ഷിതമായി സർക്കാരിൻ്റെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നത് വളരെ സന്തോഷമാണ്. എന്നാൽ ഓരോ കുട്ടിയും പ്രയാസപ്പെടുന്നു, ഇങ്ങനെ രക്ഷിതാക്കളുടെ ഒരു സഹായമില്ലാതെ പ്രയാസപ്പെടുന്നു എന്നുള്ളത് ദുഃഖകരമായൊരു സാഹചര്യമാണ്. പൂർണ്ണ ആരോഗ്യവാന്മാരായ 2 കുഞ്ഞുങ്ങളും ബീച്ച് ആശുപത്രിയുടെ സംരക്ഷണയിലാണ്. ഒരമ്മയും സ്വന്തം കുഞ്ഞുങ്ങളെ ബോധപൂർവം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കില്ല. എന്നാൽ അവർ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ അവരെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ കുരുന്നുകളെയും ചേർത്ത് പിടിക്കുകയാണ് ഈ അമ്മത്തൊട്ടിൽ. ശുചിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഞ്ജന സുകുമാരൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ശരിക്കും അമ്മത്തൊട്ടിലിൽ ഓരോ കുഞ്ഞെത്തുമ്പോഴും നമുക്കൊരു സമാധാനമാണല്ലേ? അതിന് കാരണം നമ്മൾ അടുത്തിടെ കാണുന്ന ഓരോ വാർത്തകൾ തന്നെയാണ്. ഇന്നലെ കൂടി ഒരു വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കണ്ടതാണ്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇവർക്ക് ഈ കുഞ്ഞിനെ അമ്മത്തൊട്ടിലെങ്ങാനും ഏൽപ്പിച്ചൂടെ എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്നത്. ഈ 2 പൊന്നോമനകൾ അവിടെ എത്തുമ്പോഴും ശരിക്കും രക്ഷിതാക്കളുടെ ഒരു തണലിൽ വളരാൻ കഴിയുന്നില്ല എന്ന സങ്കടം തോന്നുമ്പോഴും അവിടെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് ആ കുഞ്ഞുങ്ങൾ എത്തിയല്ലോ എന്നൊരു സമാധാനവും നമുക്കുണ്ടല്ലേ? തീർച്ചയായും ഈ അമ്മത്തൊട്ടിൽ ഇവിടെ ബീച്ച് ആശുപത്രിയിൽ അതൊരു വലിയ പദ്ധതിയായി നിർമ്മിച്ച സമയത്ത് അതിൻ്റെ ഉദ്ഘാടന വേളയിൽ മന്ത്രി പറയുകയുണ്ടായി, വലിയ പൈസ കൂടി ഇതുപോലൊരു പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിലെ തൊട്ടിലിൽ ഒരു കുഞ്ഞു പോലും വരാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന്. കാരണം ഓരോ കുഞ്ഞുങ്ങളും ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ നമ്മൾ ജന്മം കൊടുക്കുമ്പോൾ, അതായത് ഓരോ അമ്മയും ജന്മം കൊടുക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അവർക്ക്. ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആ ഒരു മാനസിക അടുപ്പം എന്നൊക്കെ പറയുന്നത് അത്രത്തോളം വലുതാണ്. ഓരോ അമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിട്ട് മനസ്സുണ്ടാവില്ല. മനഃപൂർവ്വം ബോധപൂർവ്വം ഒരമ്മയും അങ്ങനെ ചെയ്യുകയില്ല. പക്ഷെ അവർക്കുണ്ടാകുന്ന ചില സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ അവരെ കൊണ്ട് ഇതിനൊക്കെ നയിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം ആ കുഞ്ഞിനെ അമ്മ ഗർഭം ധരിച്ചിരിക്കുകയെന്നും നമുക്കൊന്നും അറിയില്ല. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒരുപാട് ചിലപ്പോൾ ദുഷിച്ച സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയതുകൊണ്ടായിരിക്കാം ഓരോ അമ്മയ്ക്കും അല്ലെങ്കിൽ ചില അമ്മമാർക്കെങ്കിലും ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അമ്മത്തൊട്ടിലൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. ഏതായാലും അതിനൊരു സംഭവം അല്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇതുപോലെ ഉള്ളത് കൊണ്ടാണ് ചില കുഞ്ഞുങ്ങളെങ്കിലും ഉപേക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ അവർ മരിച്ചു പോകാതെയൊക്കെ ജീവിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം സന്ധ്യ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ സമൂഹം അത്തരത്തിൽ പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കൂടിയുണ്ട്. അതായത് മക്കളെ കൊല്ലുന്ന അല്ലെങ്കിൽ ജനിച്ചു വീണ ഉടനെ തന്നെ മക്കളെ കൊല്ലുന്ന ഒരു സമൂഹം, അത്തരത്തിൽ ഉള്ള ആളുകളൊക്കെയുണ്ട്. അപ്പോൾ ഈ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടികൾ അവിടെ സുരക്ഷിതരായി വളരുന്നു എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ കൈകളിൽ അത്തരമൊരു പദ്ധതി ഉള്ളതുകൊണ്ട് ആ കുഞ്ഞിന് അവിടെ വീണ്ടും ഒരു ജീവിതം ഉണ്ടാവുന്നു. ഏതായാലും കോഴിക്കോടുള്ള അമ്മത്തൊട്ടിലിൽ കഴിഞ്ഞ ഒരു 17 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ 2 കുഞ്ഞു മക്കളാണ് അവിടെ വന്നത്. അവർ 2 പേർക്കും ആരോഗ്യവാന്മാരായ അവരെ ബീച്ച് ആശുപത്രിയുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ 2 പേരും കഴിയുന്നത്. 2 പേർക്കും ആരവെന്നും നീരവെന്നുമാണ് പേര് നൽകിയിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്ന 5ാമത്തെ കുഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് ഇവിടേക്ക് എത്തിയ നീരവ്. ആദ്യം ഒരു ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഈ ഒരു അമ്മത്തൊട്ടിലിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 5 കുഞ്ഞുങ്ങളെത്തി. ആദ്യത്തെ കുഞ്ഞിനെ ആദി എന്നായിരുന്നു വിളിച്ചിരുന്നത്, അത് ആൺകുഞ്ഞായിരുന്നു. പിന്നീട് ഒരു 2 മാസം പിന്നിട്ടപ്പോൾ ഒരു ആൺകുഞ്ഞു കൂടെ എത്തി, അവനെ ഹോർത്തൂസ് എന്ന് വിളിച്ചു. പിന്നീട് എത്തിയത് ഒരു പെൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മയ്ക്കായി നിലാവെന്നായിരുന്നു പേര് നൽകിയിരുന്നത്. പിന്നീടാണ് ഈ 2 കുഞ്ഞുങ്ങളും കൂടെ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏതായാലും കുഞ്ഞുങ്ങളൊക്കെ ആരോഗ്യവാന്മാരായി ഇരിക്കുന്നുണ്ട്. ഇനി CWCക്ക് ഒരു പക്ഷേ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കുഞ്ഞുങ്ങളെ കൈമാറും. കുഞ്ഞുങ്ങളുടെ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും അതിന് മുമ്പായി കുഞ്ഞുങ്ങളുടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു കടമ കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കൂടെ കടക്കും. ഏതായാലും കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അമ്മത്തൊട്ടിലുമായിട്ട് അല്ലെങ്കിൽ CWCയുമായിട്ട് ബന്ധപ്പെടാമെന്നുള്ളതാണ്. കാരണം കുഞ്ഞു മക്കളാണ്, ജനിച്ചിട്ട് 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അവർക്കൊരു പുതിയ ജീവിതം ഈ ഒരു അമ്മത്തൊട്ടിലൂടെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സന്ധ്യ, തീർച്ചയായും അഞ്ജന പറഞ്ഞതുപോലെ ഒരു പക്ഷേ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചവർ
ആ കുഞ്ഞിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടായിരിക്കില്ല, ഒരു പക്ഷേ ആ സാഹചര്യങ്ങൾ തന്നെ ആയിരിക്കാം. മുൻപോട്ട് ആ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഉപേക്ഷിച്ചതായിരിക്കാം ആ അമ്മത്തൊട്ടിലിൽ. എന്തായാലും ആരവും നീരവും ഈ 2 കുഞ്ഞുങ്ങൾക്കും 2 പൊന്നോമനകൾക്കും മുൻപോട്ട് നല്ലൊരു ജീവിതം തന്നെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം, അല്ലേ? ശരി അഞ്ജന.